ഇപ്പൊ വരൂടാ, ഞാൻ ഇന്നലെ കണ്ടതല്ലേ. ഈ സ്ഫോടനം എന്നൊക്കെ പറഞ്ഞപ്പോ ഒച്ചമ്പോളൊക്കെ ഒച്ച ഉണ്ടാവുമെന്നാ, രണ്ട് മേഘം തമ്മിൽ കൂട്ടിയിടിക്കും, വലിയ സൗണ്ട് ഉണ്ടാവും. ആണ് ഈ മേഘ വിസ്ഫോടനം, ആണ് ഈ മഴ പെയ്യുന്നത്. അതിനാണ് അപ്പൊ ഇടിക്ക് ഇത്ര ഒച്ച. അപ്പൊ ഇതാണ് സാധനം. ഇടി ഉണ്ടാവും, മിന്നലും ഉണ്ടാവും. ഇത് പട നോക്കും. സ്ഫോടനം എവിടെ? ഇവൻ പറഞ്ഞു ഇന്നലെ വന്നതാണ്. ഈ മേഘ വിസ്ഫോടനം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പൊട്ടലും ചീറ്റലൊന്നും അല്ല. അതായത് അന്തരീക്ഷത്തിൽ ഓൾറെഡി കുറേ മഴമേഘങ്ങൾ കാണുമല്ലോ, അതിങ്ങനെ മഴ പെയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ. പിന്നെ നമ്മൾ ഇവിടുന്ന് താഴ്ന്നുള്ള ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ചൂട് വായു എല്ലാം കൂടി മുകളിലോട്ട് പോയി ഈ മഴമേഘങ്ങളെ, വേറെ മഴമേഘങ്ങളെ, മൺസൂൺ മേഘങ്ങളെ എല്ലാം കൂടി പിന്നെയും ഉയർത്തിക്കൊണ്ടുപോകും. ഈ മേഘങ്ങളെല്ലാം കൂടെ ഒരിടത്ത് വന്ന് ചേർന്നിട്ട് പരമാവധി ആ മേഘത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ജലം അല്ലെങ്കിൽ ഈർപ്പം എല്ലാം കൂടി വരും. ഇത് ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ ഈ വെള്ളം നിറച്ചിട്ട് ബലൂൺ നമ്മൾ കുത്തിപ്പൊട്ടിക്കും, ടപ്പയിൽ ഒരുമിച്ച് വെള്ളം താഴ്ത്തി വീഴും. അതുപോലെ ഈ മേഘങ്ങൾ പൊട്ടി ഒരുമിച്ച് ആ വെള്ളം എല്ലാം കൂടി ഒരു സ്ഥലത്തിട്ടങ്ങ് വീഴും. അപ്പോൾ ആ പെട്ടെന്ന് ആ വീഴുന്ന അത്രയും ഭാഗത്ത് ഒരു 20-30 ചതുരശ്ര കിലോമീറ്റർ മേഖലയിലാണ് ഇത്രയും മഴ പെയ്യുന്നത്. ഏകദേശം ഒരു 100 മില്ലിമീറ്ററിന് മുകളിലോട്ട് പെയ്യും. അപ്പോൾ ഇതാണ് മേഘ വിസ്ഫോടനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഇത് ഉയരമുള്ള പ്രദേശങ്ങളായിട്ടുള്ള നമ്മുടെ ഹിമാലയൻ പ്രദേശങ്ങളിലും പിന്നെ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പശ്ചിമഘട്ടത്തിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഈ ചക്രവാത കുഴി എന്ന് പറയുന്നത് കുഴിയല്ലടാ, ചുഴി. അതെന്തുവാ? അതെന്തോന്ന് അടുത്ത വീഡിയോയിൽ കാണാം.